ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇത് സ്കോട്ട്ലൻഡ് ട്രിപ്പ് ഡേ 2 ആണ്. നമ്മളിന്ന് കാണാൻ പോകുന്നത് ആർബ്രോത്ത് ക്ലിഫാണ്. ഇതാണ് സ്കോട്ടിഷ് കവ്. യാക്കല്ലത് സ്കോട്ടിഷ് കവ് ആണ്. ശരിക്കും സ്കോട്ട്ലൻഡിൻ്റെ ഭംഗി എന്ന് പറയുന്നത് നമ്മൾ ക്യാമറ കണ്ണിലൂടെ കാണുന്നതാണ്. നമ്മൾ ശരിക്കും അവിടെ ചെന്ന് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുന്നതാണത്. എല്ലാം ഈ ഗ്രാമീണ പ്രദേശങ്ങളാണ്, ബട്ട് കാണാൻ നല്ലൊരു ഭംഗിയാണിത്. നമ്മൾ ക്യാമറ കണ്ണിലൂടെ കാണുന്നതല്ല, ശരിക്കും നമ്മൾ നേരിട്ട് കാണുമ്പോഴാണ് നമുക്കതിൻ്റെ ഭംഗി അറിയാൻ പറ്റുന്നത്. ക്ലിഫ് കാണാൻ വന്നിട്ട് ഞങ്ങൾക്ക് കിട്ടിയൊരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡോൾഫിൻസ് ആണ്. ഒരു കുറച്ച് സമയം ഡോൾഫിൻസ് അവിടെ ഉണ്ടായിരുന്നു. ആ ഒരു കുറച്ച് സമയം ഞങ്ങൾക്ക് അതിനെ കാണാൻ പറ്റി, ഞങ്ങൾക്ക് വീഡിയോസ് എടുക്കാൻ പറ്റി. ഇത് സ്കോട്ട്ലൻഡ് ട്രിപ്പ് ഡേ 3 നമ്മൾ പോയത് ഡോണട്ടർ ക്യാസിൽ കാണാൻ വേണ്ടിയിട്ടാണ്. ഇത് കുറച്ച് ദൂരം ഉണ്ടായിരുന്നു. ഞങ്ങൾ താമസിക്കുന്നിടത്തുനിന്ന് ഒരു 1.5 മണിക്കൂർ 2 മണിക്കൂറിൻ്റെ അടുത്ത് ഞങ്ങൾക്ക് ട്രാവൽ ഉണ്ടായിരുന്നു. എല്ലാം സ്കോട്ട്ലൻഡ് എന്ന് പറയുന്നത് ശരിക്കും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഗ്രാമീണ ഭംഗി തന്നെയാണ്. ആ ഭംഗിയിലൂടെ നമ്മളിങ്ങനെ നടക്കാനൊക്കെ പറ്റുമെങ്കിൽ പോവാം. ഈ ക്യാസിലേക്ക് പോകണമെങ്കിൽ കുറച്ച് ദൂരം ഉണ്ട് കേട്ടോ. നമ്മൾ സ്റ്റെപ്പ് ഇറങ്ങി കുറച്ച് ദൂരം നടന്ന് വേണം കയറാൻ വേണ്ടിയിട്ട്. നടന്ന് അങ്ങോട്ട് പോകാൻ എളുപ്പമായിരുന്നു, തിരിച്ചിങ്ങോട്ട് വരാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഇവിടുന്ന് ഞങ്ങൾ കുറേ ഫോട്ടോസെല്ലാം എടുത്തു. പിന്നെ നമ്മൾ ഇനി പോകുന്നത് നെക്സ്റ്റ് ഡേ ആണ്, ഡേ 4, ഹാരി പോട്ടർ ട്രെയിൻ കാണാൻ വേണ്ടിയിട്ട്. ശരിക്കും ഈ ട്രെയിൻ മലകൾക്കിടയിലൂടെ ആ പാലത്തിലൂടെ വരുന്നത് കാണാൻ നല്ല ഭംഗി തന്നെയാണ്. ആ ട്രെയിനിൻ്റെ പുകയാണ് അതിൻ്റെ ഭംഗിയായിട്ട് നമുക്ക് തോന്നുന്നത്. ട്രെയിൻ കണ്ടതിന് ശേഷം നമ്മൾ പോയത് ലോച്ച്നെസ് എന്ന് പറഞ്ഞൊരു ലേക്കിലേക്കാണ്. വാട്ടർ മോൺസ്റ്റർ ഉണ്ടെങ്കിൽ അത് ഈ ലേക്കിൻ്റെ അടിയിൽ ഉണ്ടാകുമെന്നാണ് ഇവർ പറയപ്പെടുന്നത്. ഇവിടുന്ന് പണ്ടൊരു ആൾ കണ്ടിട്ടുണ്ടെന്നൊക്കെ പറയപ്പെടുന്നുണ്ട്. അതിൻ്റെ ഫോട്ടോ എടുത്തതായിട്ട് നമ്മൾ ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ നമുക്ക് കിട്ടും. അങ്ങനൊരു മോൺസ്റ്റർ ഇപ്പോഴും അവിടെ ഉള്ളതായിട്ട് പറയപ്പെടുന്നുണ്ട്. അതിൻ്റെ അടിയിൽ ഉണ്ടാവും എന്നൊക്കെയാണ് അവരുടെ ഐതിഹ്യം. അതിനുശേഷം നമ്മൾ തിരിച്ചു പോകുന്ന വഴിക്ക് നല്ലൊരു സ്ഥലമൊക്കെ കണ്ട് അവിടെ നമ്മൾ കുറച്ച് ഫോട്ടോസെല്ലാം എടുത്ത് നമ്മൾ തിരിച്ചു പോന്നു. ഇതാണ് ഞങ്ങളുടെ സ്കോട്ട്ലൻഡ് ട്രിപ്പ്. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.